കേന്ദ്ര നയങ്ങൾക്കെതിരായ പണിമുടക്ക് കേരളത്തിൽ പൂർണ്ണം. പൊതുനിരത്തുകൾ നിശ്ചലം. KSRTC സർവീസുകൾ നാമമാത്രം. പലയിടത്തും സമരാനുകൂലികൾ വാഹനം തടഞ്ഞു. സെക്രട്ടേറിയറ്റിൽ ഹാജർ നില 10% മാത്രം. കോഴിക്കോട് പുതിയങ്ങാടിയിൽ സ്കൂൾ അടപ്പിക്കാൻ സമരാനുകൂലികളുടെ നീക്കം. സ്കൂളിലെത്തിയ അധ്യാപകരെ സമരക്കാർ തടഞ്ഞു. വിദ്യാർത്ഥിയുടെ മുഖത്തടിച്ചെന്നും പരാതി. പ്രദേശത്ത് സംഘർഷാവസ്ഥ. പണിമുടക്ക് ദിവസവും UDF യാത്ര നടത്തുന്നതിനെ ചൊല്ലി വിവാദം. തൊഴിലാളികളിൽ അനൈക്യം ഉണ്ടാക്കാൻ പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുന്നുവെന്ന് MV ഗോവിന്ദൻ. സമരത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് INTUCയെ വിലക്കാൻ ശ്രമിച്ചു. എല്ലായിടത്തും കരിങ്കാലികളുണ്ടെന്ന് എളമരം കരീം. ദേശീയ പണിമുടക്ക് കേരളത്തിൽ മാത്രം ബന്ദും ഹർത്താലുമാക്കി മാറ്റുന്നതിനെതിരെ VD സതീശൻ. ഇടത് ഭരണകാലത്ത് ബംഗാളിൽ പോലും പണിമുടക്കിനെ ബന്ദാക്കിയിരുന്നില്ല. ഇതിൽ തുറന്ന ചർച്ച വേണമെന്നും പ്രതിപക്ഷ നേതാവ്. ഏത് ദേശീയ പണിമുടക്കാണെങ്കിലും കേരളത്തിൽ മാത്രമാണ് ബന്ദിനും ഹർത്താലിനും സമാനമായ രീതിയിൽ അത് മാറുന്നത്. നിങ്ങൾ എന്നോട് തർക്കിക്കണ്ട, ഒരു പൊതു ചർച്ചയ്ക്ക് ഞാൻ വയ്ക്കുകയാണ്. ഡൽഹി അടക്കമുള്ള പ്രധാന നഗരങ്ങളിൽ ജനജീവിതം സാധാരണ നിലയിൽ. വ്യവസായ മേഖലയിൽ പ്രതിഷേധവുമായി തൊഴിലാളികൾ. ബംഗാൾ, പഞ്ചാബ് സംസ്ഥാനങ്ങളിൽ സമരത്തോട് ഭാഗിക പ്രതികരണം. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും സമരം ചലനമുണ്ടാക്കിയില്ല. ആദ്യ ബലാത്സംഗ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം. ജാമ്യം കർശന വ്യവസ്ഥകളോടെ. 3 ദിവസം തുടർച്ചയായി ചോദ്യം ചെയ്യലിന് ഹാജരാവണം. ലൈംഗിക ശേഷി വീണ്ടും പരിശോധിക്കും. അറസ്റ്റ് ചെയ്താലും ജാമ്യത്തിൽ വിടണം. കട്ടിളപ്പാളി കേസിൽ മുൻ തിരുവാഭരണം കമ്മീഷണർ KS ബൈജുവിനും ജാമ്യം. ദ്വാരപാലക കേസിൽ കസ്റ്റഡിയിൽ തുടരും. വീണ്ടും ശാസ്ത്രീയ പരിശോധനയ്ക്കായി SIT സംഘം സന്നിധാനത്തേക്ക്. സ്വർണ്ണപ്പാളികളുടെ സാമ്പിൾ ശേഖരിക്കും. പുതുയുഗ യാത്രയ്ക്കിടെ കോഴിക്കോട് കുറ്റ്യാടിയിൽ വേദിയിലുണ്ടായ പിടിവലിയിൽ ന്യായീകരണവുമായി കോൺഗ്രസ്. ഇല്ലാത്ത സംഭവം ഊതി വീർപ്പിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കുറ്റ്യാടിയിൽ ഉണ്ടായത് സ്നേഹത്തള്ളലെന്ന് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ. തുടർഭരണ വിവാദത്തിൽ ഇനി പ്രതികരണത്തിനില്ലെന്ന് K സച്ചിദാനന്ദൻ. ഇടതുപക്ഷത്തിരുന്നാണ് ഇടതുപക്ഷത്തിനെതിരെ വിമർശനം നടത്തിയത്. കോൺഗ്രസിനെതിരെ നടത്തിയ വിമർശനങ്ങൾ ചിലർ കാണാതെ പോയെന്നും പ്രതികരണം. കോൺഫിഡന്റ് ഉടമ CJ റോയിയുടെ മരണത്തിൽ ആദായ നികുതി വകുപ്പിന് ക്ലീൻ ചിറ്റ്. ആദായ നികുതി വകുപ്പ് സമ്മർദ്ദം ചെലുത്തിയതിന് തെളിവില്ലെന്ന് SIT. ജീവനൊടുക്കിയ ദിവസം ചോദ്യം ചെയ്യൽ നടന്നില്ലെന്നും SITയുടെ കണ്ടെത്തൽ. തിരുവല്ല സ്പായിലെ കൂട്ടബലാത്സംഗം കൊട്ടേഷൻ അല്ലെന്ന് പോലീസ്. അക്രമം ഗുണ്ടാ പിരിവിനെ ചൊല്ലിയുള്ള തർക്കം കാരണം. ബലാത്സംഗ കേസിലെ പ്രതികളെല്ലാം പോലീസിന്റെ പിടിയിൽ. അഹമ്മദാബാദ് വിമാനാപകടം ബോധപൂർവം ഉണ്ടാക്കിയതോ? പൈലറ്റ് മനഃപൂർവ്വം അപകടമുണ്ടാക്കിയെന്ന് അന്വേഷണ ഏജൻസികൾ. റിപ്പോർട്ട് ചെയ്തത് ഇറ്റാലിയൻ മാധ്യമം. പൈലറ്റ് എഞ്ചിൻ സ്വിച്ച് ഓഫ് ചെയ്തതാണ് 260 പേരുടെ മരണത്തിനിടയാക്കിയതെന്ന് കണ്ടെത്തൽ. വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കണമെന്ന കേന്ദ്ര നിർദ്ദേശം കേരളം നടപ്പിലാക്കുമോ? പ്രതികരിക്കാതെ സംസ്ഥാന സർക്കാർ. രാഷ്ട്രപതിയും ഗവർണർമാരും പങ്കെടുക്കുന്ന പരിപാടികളിൽ വന്ദേമാതരം നിർബന്ധമാക്കി കേന്ദ്ര നിർദ്ദേശം. രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റ് അംഗത്വം റദ്ദാക്കണമെന്ന് BJPയുടെ നോട്ടീസ്. വസ്തുതാ വിരുദ്ധമായ വിവരങ്ങൾ പാർലമെന്റിൽ ഉന്നയിച്ചെന്ന ആരോപണം. BJP MP നിഷികാന്ത് ദുബെയുടെ നീക്കം പ്രധാനമന്ത്രിക്കെതിരായ വിമർശനങ്ങൾക്ക് പിന്നാലെ.